ചട്ടി പിടിച്ചോട്ടോ. അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കഴിഞ്ഞു കാണൂല്ലേ എന്ത് നനച്ചുകൂളി. നമ്മളിവിടെ തുടങ്ങാൻ പോകണേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ദിവസം നമ്മൾ ചേച്ചിമാരെയൊക്കെ കാത്തിരുന്നു. പക്ഷേ ചേച്ചിമാർ വന്നാലും നമ്മൾ കബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഉള്ളതല്ലേ. അപ്പോൾ അവർ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം അതിന് നിൽക്കേണ്ടി വരും. മെയിനായിട്ട് അവരെ നമ്മൾ വിളിക്കുന്നത് റാക്കിൻ്റെ മേലെ, ജനൽ, വാതിൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ. നമ്മുടെ ഇവിടുത്തെ ജനലിൻ്റെ കമ്പിയൊക്കെ തുടക്കാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ കിച്ചണ് ഒരു ദിവസം ഫുള്ള് വേണ്ടി വരും കേട്ടോ. നിങ്ങൾക്കേ അറിയാമല്ലോ പാത്രക്കട പോലെയാണ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്, വരുമായിരിക്കും. അപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ ഞാനും ഉമ്മയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. റിഹാൻ എന്തൊക്കെയോ രാവിലെ തന്നെ വെളുപ്പ് കോമഡി അടിക്കുകയാണ്. അതിൻ്റെ ചിരിയാണ് കേട്ടോ അവിടെ കണ്ടത്. ഞാൻ പിന്നെ എന്ത് വെളുപ്പടിച്ചാലും ചിരിക്കും, അതിൽ യാതൊരു പിശുക്കും ഇല്ല കേട്ടോ. അങ്ങനെ ഇതാ ചായയൊക്കെ റെഡിയാക്കിയിട്ട് ഞാനും അവനും കൂടെ ഇരുന്ന് ചായ എല്ലാം കുടിക്കുകയാണ്. ഈ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തത് റിലയൻസ് ട്രെൻഡിൽ നിന്നാണ്. വലിയ ഗുണമുള്ള തുണിയൊന്നല്ല കേട്ടോ, പക്ഷെ പൈസ അധികം ഉണ്ടായിരുന്നില്ല. 400 രൂപയെങ്ങാണ്ടായിരുന്നു ആ ഒരു ടോപ്പിന് കേട്ടോ. ഇടുമ്പോൾ നല്ല ചൂടുണ്ട്. കോട്ടണിൽ എന്തോ മിക്സ് ചെയ്തിട്ട് പോലെ ഉണ്ടാവില്ല, തുണി ഉണ്ടാവില്ലേ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തെല്ലാം ക്ലീനിങ് ഞാൻ ചെയ്യുമെങ്കിലും ഫസ്റ്റ് രാവിലെ എണിച്ചതും ഇങ്ങനെ ഒരു റൊട്ടീൻ എനിക്ക് എപ്പോഴും ഉള്ളതാണ് കേട്ടോ. ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചു വാരിയെടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിത് ഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അടിച്ചു വാരും ചെയ്യും. എന്നിട്ട് ഞാൻ ഏതാ റൂം ചെയ്യണമെന്ന് വെച്ചാൽ ആ റൂം വീണ്ടും എല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഞാൻ എല്ലാം കൂടെ വലിച്ചു വാരി ഇടാറില്ല കേട്ടോ. എന്ത് നനച്ചുളിയാണെങ്കിൽ പോലും ഓരോ ഭാഗം കുറച്ച് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് കംഫർട്ടും എനിക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പണി ചെയ്യാൻ പറ്റുന്നതും ഒക്കെ അങ്ങനെ ആവുമ്പോഴാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് എല്ലാം കൂളായിട്ട് ചെയ്യണത് എന്നുള്ളത്. ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റേതായ സമയമെടുക്കും. ഇത്ര സമയം കൊണ്ട് എനിക്കിത് ചെയ്ത് തീർക്കാൻ പറ്റും, ഇതിൽ ഞാൻ ചെയ്ത് തീർക്കും, എങ്ങനെയൊക്കെ ഒരു മൈൻഡിലൊരു പ്ലാൻ ഞാൻ വയ്ക്കും കേട്ടോ. അല്ലാണ്ട് ഒരുപാട് ദിവസം മുന്നേ അല്ല, ഇന്നത്തെ വർക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് രാവിലെ തന്നെ ജസ്റ്റ് ഒരു പ്ലാൻ ചെയ്തു വയ്ക്കും. അപ്പോൾ ഞാൻ ചെറുപയറൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു. റിഹാൻക്ക് ഞാൻ ഇന്ന് ഈ ഒരു കോൺഫ്ലെക്സ് സംഭവമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ പാലിൽ ഇച്ചിരി ഇട്ടിട്ട് അവനക്കത് കൊടുക്കുന്നു. അവന് ഉച്ചയ്ക്ക് വരും വീട്ടിലേക്ക് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ലഞ്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അയാൻകുട്ടി പിന്നെ രാവിലെ പോയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കയ്യിൽ കൊണ്ടുപോയിരുന്നു, ലഞ്ചും കയ്യിൽ കൊണ്ടുപോയിരുന്നു കേട്ടോ. ഞാൻ അവനക്ക് അതെല്ലാം സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിഹാൻ കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ പോവാണ്. ഞാനിതാ ചപ്പാത്തിക്കൊന്ന് മാവ് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കണം. കുറച്ച് ദിവസമായിട്ട് ചപ്പാത്തി, പൂരി ഇങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ. കാരണം ഗോതമ്പ് മാവ് നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീരൂല. അതിന് മുമ്പ് ഞാനത് തീർക്കാനുള്ള മാക്സിമം നോക്കുന്നുണ്ട്. മക്കൾക്ക് പിന്നെ ചപ്പാത്തി കൊടുത്താലും കുഴപ്പമില്ല, ചോറില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ, ചപ്പാത്തി മതി അവർക്ക്. പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തി അല്ല, രാവിലെ പൂരി ഉണ്ടാക്കും, ചിലപ്പോൾ പറാത്ത ഉണ്ടാക്കും, ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കും. രാത്രി പിന്നെ ചപ്പാത്തി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതിനെയൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തു. നമ്മുടെ ഈ വ്ളോഗിൽ എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ പറയണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ, ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്തായാലും ഇപ്പം ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളൊരു ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കാം. ഇത് ഇരുന്നൊന്ന് കുറുകും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ലൂസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നമ്മുടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കാസ്റ്റ് അയണിൻ്റെ ചട്ടിയാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ ചെറിയുള്ളിയും വലിയുള്ളിയും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും ഒരു 4-5 പച്ചമുളക് കീറിയതും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്, പിന്നെ 1/4 സ്പൂൺ മതി കേട്ടോ.
പിന്നെ ഇതാ ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി. ഗരം മസാല 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്. പിന്നെ വേവിച്ച് വെച്ച് നമ്മുടെ ചെറുപയറും ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല കട്ടിയായിട്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. പക്ഷെ ആ വെള്ളം എന്താ പറയുക, പെട്ടെന്ന് തന്നെ വീണ്ടും കട്ടിയായിട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറുപയറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരും ചെയ്യും കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിൽ നിന്ന് ഉടനെ മാറ്റണം, ഇല്ലെങ്കിൽ അത് കറുപ്പ് കളറാവും കേട്ടോ. നമ്മൾ എന്ത് കാസ്റ്റ് അയൺ ചട്ടിയിലും കുക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മളത് ഉടനെ മാറ്റണം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഞാനും ഉമ്മയും ഉപ്പിയാണ് ചപ്പാത്തി കഴിക്കുന്നത്. ഇക്കാക്ക് ചപ്പാത്തി വേണ്ട, കോൺഫ്ലെക്സ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പാലും പാത്രങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അവിടെ സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ എന്താ, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് ബാക്കി വർക്കിലോട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് കമൻറ്റ്സ് ഉണ്ട്. റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ വ്ളോഗിലാണ് റിപ്ലൈ കൊടുക്കാറ് എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. നിങ്ങളെ കിച്ചണിലെ വൈറ്റ് വാൾപേപ്പർ എങ്ങനെയുണ്ട്? നല്ലതാണോ? വാങ്ങിക്കാനായിരുന്നു. കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരുപാടങ്ങ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കേണ്ട. എന്താ പറയുക, ഈ പറഞ്ഞ പോലെ എല്ലാറ്റിനും ഒരു കാലാവധി ഉണ്ടാവുമല്ലോ, അങ്ങനെ കൂടി നമ്മൾ വിചാരിക്കണം കേട്ടോ. വാൾപേപ്പറാണ്, ടൈൽസ് അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കൊടുത്ത പൈസയ്ക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ എൻ്റെ കമൻറ്റ് ദയവായി വായിക്കല്ലേ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കമൻറ്റ് വായിക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല, സോറി കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. ഹായ് ജിനിത്ത, ഒരുപാട് ഇഷ്ടമാണ് ഇത്തയുടെ വ്ളോഗ്. ഐ എം എ ബ്രാഹ്മൺ ആൻഡ് പ്യുവർ വെജിറ്റേറിയൻ. ഓക്കെ, ഇത്തയുടെ ഒട്ടുമിക്ക റെസിപ്പി എനിക്ക് ഉപകാരമില്ലാത്തത് ആണെങ്കിലും വീഡിയോ മിസ് ചെയ്യാറില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ്. മാരേജ് കഴിഞ്ഞ് വീട്ടിലെ ജോലികൾക്കിടയിൽ ഇത്തയുടെ വീഡിയോസ് കാണുമ്പോൾ അമ്മ സമാധാനിപ്പിക്കുന്ന ഒരു ഫീലാണ്. ഏകദേശം 2 വർഷമായി ഇത്തയുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടല്ലേ നമ്മുടെ കൂടെ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കമൻറ്റ് വായിച്ച് കേൾക്കുന്നത് ചമ്മലായതുകൊണ്ടാണ് ഇതുവരെ കമൻറ്റ് ഇടാതിരുന്നത്. ഇനി കമൻറ്റ് ഇടാതിരിക്കരുത് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതുപോലെ എനിക്ക് FBയിലും ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പ്യുവർ വെജിറ്റേറിയൻ ആണ്, ഉപകാരം ഇല്ലെങ്കിലും വീഡിയോ കാണും, ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്നൊരു സ്നേഹം, ഇഷ്ടം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും കമൻറ്റ് ഇടണം. ഓക്കെ, അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം കഴുകിയ ശേഷം ഞാൻ ചായ എല്ലാം ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ പോകും, ഉമ്മാക്ക് വിളിക്കും. എൻ്റെ സ്ഥിരം പരിപാടിയാണ്. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് വിളിക്കണം. അധികം ഒന്നും സംസാരിക്കാനുണ്ടാവില്ല ഞങ്ങൾക്ക്, എന്നാലും ഡെയിലി ഒന്ന് വിളിച്ചാൽ ഒരു സമാധാനം. എന്താണ്, എങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ, രണ്ടാളും ഓക്കെ അല്ലേ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സമാധാനം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഡെയിലി വിളിക്കുന്നത്. അത് ശീലമായിപ്പോയിട്ട് എനിക്ക്. അങ്ങനെ ഡെയിലി നമ്മളെ പാരൻസിന് വിളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജിനിത്ത അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് അങ്ങനെ വിളിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇങ്ങോട്ടും ഞാൻ അങ്ങനെ വിളിക്കും. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ 2 നേരം വിളിക്കാറുണ്ട്. രാവിലെ വിളിക്കും, പിന്നെ ഇക്ക ഉണ്ടാവുമ്പോൾ ഞാൻ വൈകുന്നേരം ഇക്കാക്കാണ് വിളിക്കുക. ഇക്ക ഇല്ലാത്ത സമയത്താണെങ്കിൽ ഉമ്മാക്ക് എന്നെ വിളിക്കും കേട്ടോ. 2 നേരം വിളിക്കാറുണ്ട്. അങ്ങനെയാണ്. ഓക്കെ, അത് കല്യാണം കഴിഞ്ഞ മുതലേ ശീലിച്ച് പോയൊരു കാര്യമാണ് കേട്ടോ. ജിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചായ കുടിച്ച കപ്പാണ് പറഞ്ഞത്. ഓക്കെ, അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് എവിടുന്നോ വാങ്ങിച്ചൊരു കപ്പാണ്. പക്ഷെ ചെറിയ കപ്പാണ്, മതി നമുക്ക് ചായ എല്ലാം കുടിക്കാൻ ധാരാളം മതി കേട്ടോ അത്. അങ്ങനെ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതേപോലെ ബർത്ത്ഡേക്ക് പോയപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഞാൻ റിലയൻസിൽ നിന്ന് മേടിച്ചതാണ്. റിലയൻസ് ട്രെൻഡ് അല്ല, പെരിന്തൽമണ്ണയിലുള്ള റിലയൻസിൽ നിന്ന് മേടിച്ചതാണ്. ക്വാളിറ്റി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ബാഡ്. പക്ഷെ അതിന് കൊടുത്ത പൈസയ്ക്ക് ക്വാളിറ്റി എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഒരു വാഷ് കഴിഞ്ഞപ്പോൾ ആ ഡ്രസ്സിൻ്റെ ലെങ്ത്ത് കുറഞ്ഞ പോലെ എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് 3800 രൂപ കൊടുത്ത് മേടിച്ച ഡ്രസ്സാണ്. പക്ഷേ ലെങ്ത്ത് എനിക്ക് കുറഞ്ഞ പോലെ, വേറെ കളറ് പോവുക വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല, പക്ഷെ ലെങ്ത്ത് കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഹലോ എന്താണ് പരിപാടി അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നനച്ചൂളി ഞാൻ ഇവിടുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ഒരു ഷോക്കേസ് കേട്ടോ, ഇതങ്ങ് ഓപ്പൺ ആക്കിയിട്ട് എല്ലാം പുറത്തെടുത്ത് എല്ലാം വാഷ് ചെയ്ത് തുടച്ച് ഉള്ളിലോട്ട് വെക്കണം. എല്ലാം പുറത്തെടുത്ത ശേഷം ഞാൻ ഷോക്കേസ് ആദ്യം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കും. പൊടി അത്യാവശ്യം നല്ല പോലെ ഉണ്ട് കേട്ടോ. അതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ആ ഒരു അതിൻ്റെ ഒരു ചുമരിൻ്റെ ആ ഭാഗമൊക്കെ അല്ലേ ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ ഈ ഇറക്കി വെച്ച പാത്രമൊക്കെ എയർഫോഴ്സിൻ്റെ ഡിന്നർ സെറ്റാണ്. അതിൽ എയർഫോഴ്സിൻ്റെ ഒരു എംബ്ലം കണ്ടു, അത് എയർഫോഴ്സിൽ നിന്ന് അവർ മേടിച്ചതാണ്. പക്ഷെ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഉമ്മാനോട് എന്തോ സീരിയസ് ആയിട്ട് ടോക്ക് ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. ഉമ്മാക്ക് ഇങ്ങനെ നമുക്കിപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ സാധനം വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ട് വരുമല്ലോ. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞേ, ഉമ്മാക്ക് വേണ്ടാന്ന് തോന്നുന്ന സാധനം ചോദിക്കണ്ട, കളഞ്ഞോ, അത്രയേ ഉള്ളൂ പറഞ്ഞിട്ടോ. ഞാൻ അങ്ങനെയാണ് പൊതുവേ ചെയ്യാറ്. എനിക്കത് വേണ്ടാന്ന് തോന്നി, എനിക്ക് മീൻസ് നമ്മുടെ വീട്ടിലോട്ട് അത് ഉപകാരം ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് അവിടെ വിൽക്കില്ല. എന്നിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടത്തിന് സാധനങ്ങളാണ്. അങ്ങനെ ഞാൻ ഷോക്കേസിൽ 2 തട്ടെല്ലാം എടുത്തിട്ട് കൊണ്ടുവന്ന് ഇനി ഇതെല്ലാം ഒന്ന് കഴുകി ഇവിടെ കമഴ്ത്തി വെക്കും കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് ഒക്കെ എടുക്കണം. അപ്പം ദാ കംപ്ലീറ്റ് ഒന്ന് കഴുകി എടുക്കുകയാണ്. പാത്രം കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര റിസ്ക്കാണ്, കാരണം എല്ലാം പൊട്ടുന്നതാണ് കേട്ടോ ഇതിലുള്ളത്. ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കെയർഫുള്ളായിട്ട് ചെയ്യുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. ആ ഷോക്കേസിലുള്ള പാത്രങ്ങൾ ഭയങ്കര കെയർഫുള്ളായിട്ട് എടുക്കുള്ളൂ, കഴുകുള്ളൂ കേട്ടോ. ഉമ്മാൻ്റെ തലയിലിടുന്ന ആ ഒരു തൊപ്പി പോലത്തെ തട്ടം അല്ലേ, അത് വാങ്ങിച്ചതല്ല, അത് കൊളാബ് കിട്ടിയതാണ്. പക്ഷെ അങ്ങനത്തെ വാങ്ങിക്കാറുണ്ട്, ദർശനിന്ന് വാങ്ങിക്കാറുണ്ട്, പാലക്കാട് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്താ പറയുക, പോയി നോക്കുക കേട്ടോ. പിന്നെന്താണ്, കുഴിയപ്പം ചമ്മന്തി. നമ്മൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറേ പേര് അവരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ, നല്ല കമൻറ്റ് മാത്രം ഇടാൻ പാടുള്ളൂ എന്ന് ആദ്യം പറയണ്ടേ? അല്ല, പിന്നെ കമൻറ്റ് വേണം, പക്ഷേ ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ പറയാൻ പാടില്ല. അത് ഇവിടുത്തെ നിയമം. ഇവിടെ ഒരു നിയമമല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ഇടാം. ഞാൻ കമൻറ്റ് വായിക്കാറുണ്ട്, എനിക്ക് തോന്നിയതിന് അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ഇടണമെങ്കിൽ ഇടാം. എൻ്റെ കമൻറ്റ് ബോക്സ് പബ്ലിക്കാണ്, പബ്ലിക്കിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വൃത്തികേടല്ലാത്ത എന്ത് കമൻറ്റും അതിൽ ഇടാം. ഓക്കെ, വൃത്തികേട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വീണ്ടും കമൻറ്റ് ഇടണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. കാരണം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഞാനിതാ ഓരോന്നായി കഴുകി എടുക്കുന്നുണ്ട്. ഏകദേശമൊക്കെ ഇവിടുത്തെ കഴുകലൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ എൻ്റെ മുടി കെട്ടി വെക്കാറുണ്ട് കേട്ടോ. നനഞ്ഞിരിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കെട്ടി വെക്കാത്തത്. വെള്ളപ്പം ഉണ്ടാക്കാറില്ലേന്ന്, വെള്ളപ്പം ചട്ടി കേടുവന്നു പോയി, ഇനി മേടിച്ചിട്ട് വേണം, ഇപ്പോൾ ഉണ്ടാക്കാറില്ല. അതേപോലെ തന്നെ ഇക്ക് ഒറ്റ മോനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പണ്ട് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഇത്. അതെ, ഒരു മോൻ തന്നെയേ ഉള്ളൂ, വേറെ മക്കളൊന്നുമില്ല. വീഡിയോ ഇഷ്ടമായി, സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ. അപ്പം എന്തായാലും ഞാൻ ഗ്ലാസ്സുകളും ഒക്കെ കഴുകിയെടുത്തു. ഇനി അത് അവിടെ ഇരുന്ന് കുറച്ച് ആ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ വിചാരിച്ചൊക്കെ കമഴ്ത്തി വെച്ചേക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഷോക്കേസിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരുപാട് ഗ്ലാസും പിന്നെ ഉമ്മയും ഉപ്പയും ഉമ്രയ്ക്ക് പോയപ്പോൾ കൊണ്ടുവന്ന ഒരു ഗോൾഡൻ കുഞ്ഞു ഗ്ലാസ് ഉണ്ടാവില്ലേ, അതുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് ടേബിളിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് തുടച്ചെടുക്കണം. നല്ല പൊടിയുണ്ട്. അപ്പോൾ നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചാൽ തന്നെ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ട് വരും. സെൽവ മാമാൻ്റെ മോളാണോ റിലേറ്റീവ്സ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരുമിച്ച് പഠിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, എൻ്റെ മാമാൻ്റെ മോൾ തന്നെയാണ്. അവൾക്കും ഒരു ഇൻസ്റ്റയൊക്കെ ഉണ്ട്, അവളും മോളും കൂടെയൊക്കെ ഉള്ളത്. യൂട്യൂബും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അങ്ങനെ ഞാൻ എല്ലാവരുടെയും ഒന്ന് തുടച്ചു. ചെയറിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് ഇങ്ങനെ തുടച്ചെടുക്കുന്നത്. എനിക്ക് പൊതുവേ പേടിയാണ് ഇപ്പോൾ ഹൈറ്റിലൊക്കെ കയറി നിൽക്കാൻ. എന്നാലും ഇങ്ങനത്തെ ഹൈറ്റൊന്നും അത്ര വലിയ പ്രശ്നമല്ല കേട്ടോ. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഉമ്മ വിളിക്കുമ്പോഴാണ് കേട്ടോ എപ്പോഴും എന്നോട് പറയുക, നീ കുറച്ച് പതുക്കെ പണി ചെയ്യ്. എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴേ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടി പണി ചെയ്തുകൊണ്ടിരിക്കണം, പതുക്കെ ചെയ്യുക എന്നൊക്കെ പറയേ. അപ്പോൾ ഞാൻ പറയാം, അത് സ്പീഡാക്കണോണ്ട് ഉമ്മക്ക് തോന്നുന്നതാണ് പറയട്ടോ ഞാൻ. പിന്നെ ജിനി എല്ലാം കൂടെ കൂട്ടി തിരുമ്മി വറ്റിച്ച് ഒരു മീൻ കറി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇൻഷാ അല്ലാ ഞാൻ വെച്ച് നോക്കാം കേട്ടോ. ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. മീനും കൂട്ടിയിട്ട് തിരുമ്പുവോ?
അപ്പം മീൻ പൊട്ടിപ്പോകില്ലേ. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ എന്താ ഒരു റീലിട്ടിട്ടുണ്ടായിരുന്നല്ലോ പാത്രത്തിൻ്റെ കേട്ടോ, കണ്ണ് മഞ്ഞളിച്ച് പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആ റീല് ഇപ്പോഴാണ് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കമൻസാണ് കേട്ടോ അതിൽ. കുറേ ഞാൻ വായിച്ച് ചിരിച്ചു, കുറേ എനിക്ക് വിഷമമായി, എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഗ്ലാസ്സുകളൊക്കെ ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലങ്ങ് കഴിയും. അല്ലെങ്കിൽ ഇങ്ങനെ ഈ 2 ഗ്ലാസ് ഇങ്ങനെ എടുത്തെടുത്ത് അങ്ങോട്ട് പോകണമെങ്കിലേ വട്ടായിപ്പോവും. പിന്നെ ആ കുഞ്ഞു ഗ്ലാസ്സുകൾ ഇങ്ങനത്തെ ഒരു ഇതിൽ വെച്ചു. ഞാൻ അടുക്കളയിലൊക്കെ കൊണ്ടുവച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചതുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ ടേബിളിലുള്ള കുറച്ച് പാക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെയൊക്കെ ഒന്ന് പുറമെയൊക്കെ ഒന്ന് തുടച്ചിട്ട് അതിനൊക്കെ ഉള്ളിലോട്ട് തന്നെ വെക്കുകയാണ് കേട്ടോ. ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട്. പാട്ട് വെക്കാണ്ട് ഇതൊന്നും നടക്കൂല കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ആകെ ബോറടിച്ച് പോകും. അപ്പോൾ ഞാൻ 10:30 നിന്നതാണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വീട്ടിലുള്ള അത്രയും പാത്രം ഈ ഷോക്കേസിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇതെൻ്റെ എന്താ പറയുക, നിങ്ങൾക്ക് അറിയാലോ എൻ്റെ എത്ര ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതാണെന്നുള്ളത്. അപ്പോൾ അതിനെ നന്നായി ഒന്ന് തുടച്ച് ഒന്ന് നോക്കി അവിടെ തന്നെ വെച്ചു. അതൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി, നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഞാൻ തുടച്ചിട്ട് ഈ ഷോക്കേസിൻ്റെ ഏറ്റവും താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ കുറച്ച് ഷീൽഡും അവാർഡും ജിമ്മിൽ നിന്ന് തന്ന മൊമെൻറ്റോ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇനി അതെല്ലാം നമുക്ക് വെക്കണം. ഒക്കെ തുടച്ചിട്ട് ആ സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. കാരണം നമ്മൾ കഴുകിയ പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം എനിക്ക്. എന്നിട്ട് തുടച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇത്രയും പാത്രം കണ്ട് കണ്ണ് മഞ്ഞളിക്കില്ല, കണ്ടിട്ട് ശ്വാസം മുട്ടുന്നു. കിച്ചണിൽ എപ്പോഴും ആവശ്യത്തിന് മാത്രം പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് അങ്ങനെയാണോ ഇഷ്ടം. പക്ഷേ ഇതൊക്കെ ഉമ്മാൻ്റെ കളക്ഷനാണ്. എനിക്ക് അതൊന്നും എടുത്ത് പുറത്തിടാൻ പറ്റില്ല. കാരണം ഉമ്മ ഓരോ പാത്രം മേടിച്ചതിൻ്റെ ഓരോ സ്റ്റോറികൾ ഇങ്ങനെ പറഞ്ഞു തരും എനിക്ക്. അപ്പം നമുക്ക് അതൊന്നും എടുത്ത് പുറത്തൊന്നും കളയാൻ തോന്നില്ല. ഇന്ന് തന്നെ ക്ലീൻ ചെയ്തപ്പോൾ എയർഫോഴ്സിൻ്റെ ഒരു ഡിന്നർ സെറ്റ് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഒരു പാത്രം ചെറുതായിട്ടൊന്ന് കടിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇതിനെ കളയല്ലേ ചോദിച്ചു. അപ്പം ഇങ്ങനെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അവിടെ തന്നെ കൊണ്ടുവച്ചു കേട്ടോ. അവർക്ക് ഓരോ നൊസ്റ്റും ഉണ്ടാവും ഓരോന്നിലും, ഓരോ സാധനത്തിലും. ഇപ്പം ഈ കണ്ട പാത്രങ്ങളൊക്കെ കുറേ ഫ്രണ്ട്സ് കൊടുത്തതാണ്. അപ്പോൾ അതിൽ ചിലതിലൊക്കെ പേരെഴുതിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ചോദിക്കും ഇതെന്തിനാ പേരൊക്കെ എഴുതിയിട്ട് തരുന്നു ചോദിച്ചു. അവരുടെ ഓർമ്മയ്ക്ക് അവർ പേരെഴുതി തരുന്നതാണ് എന്നൊക്കെ പറയും കേട്ടോ. അതിലിങ്ങനെ പാത്രത്തിലുണ്ടാവും പേരൊക്കെ. ഇനി എപ്പോഴെങ്കിലും കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. എന്നിട്ട് അതൊക്കെ ഇപ്പോൾ എടുത്ത് എനിക്ക് കളയാൻ പറ്റില്ലല്ലോ. മുൻപ് പിന്നെന്താണ് ഗിവ് അവേ കൊടുക്കുമോയെന്ന് ഇൻഷാ അല്ലാഹ് നോക്കാം. പിന്നെ എന്നെപ്പോലെ ഈ കുളിക്കാത്തവർ ഉണ്ടോ ലൈക്ക് അടിക്കുന്നു. ഞാനും ലൈക്ക് അടിച്ചേനെ, പക്ഷെ നമുക്കത് നടക്കുന്നില്ല. എനിക്കും ഇങ്ങനെ നനച്ചുകുളി എന്ന് പറയുന്ന ഒരു സംഭവം വീട്ടിൽ ഒരുപാട് സാധനങ്ങളില്ലാത്ത വീട്ടിലൊക്കെ അത് ഓക്കെയാണ് കേട്ടോ. എന്നും ക്ലീൻ ചെയ്യണത് ധാരാളം മതി. പക്ഷെ നമ്മുടെ വീട്ടിലൊന്നും നടക്കൂല കേട്ടോ. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്യണത്, അതും ഇങ്ങനെ ഒരു സമയത്താവുമ്പം അതൊരു മനസ്സിനൊരു സമാധാനം അങ്ങനെയൊക്കെയുള്ളൂ. അല്ലാണ്ട് എന്താ പറയുക, അത് ഭയങ്കര വേണ്ട അങ്ങനെ ഇങ്ങനെ അതിലൊന്നും ഞാൻ യോജിക്കുന്നില്ല. ചെയ്യണവർ ചെയ്യട്ടെ, ചെയ്യാത്തവർ അങ്ങനെയും പോട്ടെ, അത്രയേ ഉള്ളൂ. നമ്മൾ വീട് നമ്മൾ തന്നെ വൃത്തിയാക്കുന്നതാണ് എനിക്കിഷ്ടം. അത് കറക്റ്റ് തന്നെയാണ്. നമ്മൾ ചെയ്യണതിൻ്റെ ഒരു ഇത് വേറെ ആര് ചെയ്താലും വരൂല. പക്ഷേ ചില സമയത്ത് നമ്മളെ കൊണ്ട് നടക്കൂല. ആ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ. പണ്ട് ഞാനെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല. ഇത്രയും പാത്രങ്ങളൊന്നും എടുത്ത് ക്ലീൻ ചെയ്ത് ഉള്ളിലോട്ട്. ഞാൻ ഉമ്മയും കൂടെ ഒരു പ്രാവശ്യത്തെ ഞങ്ങൾക്ക് ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പാത്രങ്ങൾ കഴുകാൻ കേട്ടോ. അന്ന് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി അതിനൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി ഉള്ളിലോട്ട് വെക്കണമെങ്കിൽ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന ലെവലിലും അപ്പുറമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഷോക്കേസിലത്തെ കംപ്ലീറ്റ് സാധനങ്ങൾ തുടച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഷോക്കേസിലോട്ട് കുറച്ച് അടുക്കളയിലും ഉണ്ട് സാധനങ്ങൾ, അതിൽ കയറ്റണം. അപ്പം നമ്മൾ ഇപ്രാവശ്യം നനച്ചു കുളിക്കുക മാക്സിമം നമ്മൾക്ക് വേണ്ടാത്ത പാത്രങ്ങളിനെയൊക്കെ ഒരു ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ട്
ഇവിടെ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു കടയുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കണം വിചാരിച്ചിട്ടാണ്. കാരണം ഇപ്പോഴൊന്നും ആർക്കും പാത്രങ്ങളൊന്നും വേണ്ട, നമ്മുടെ ഈ നാട്ടിലൊന്നും തീരെ വേണ്ട കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സംഭവമാണ് ഈ സ്റ്റീൽ പാത്രങ്ങൾ എന്ന് പറയുന്നത്. കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നേ. വേണ്ടാത്ത സാധനം ആർക്കും കൊടുക്കുക. ഡ്രസ്സ് പോലും നമ്മൾക്ക് പേടിയാണ് ചോദിക്കാൻ, ഡ്രസ്സ് വേണോ എന്നുള്ളത്. പക്ഷേ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് മെസ്സേജ് ഇങ്ങനെ വരാറുണ്ട്, ഇത്താൻ്റെ പഴയ ഡ്രസ്സ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പഴയതിട്ടിട്ട് നിരങ്ങിയ ഡ്രസ്സ് എങ്ങനെ കൊടുക്കും എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ആലോചിക്കാറ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ ഇവിടെ ഒരു ചേച്ചി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞാൻ ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണ്, മെസ്സേജ് ആക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ അയച്ചു തരാം കേട്ടോ. കുറച്ച് കോട്ടൺ ഡ്രസ്സുകളുണ്ട്, ഞാൻ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ ഇതിൻ്റെ 2 ഇരട്ടി ഉണ്ടെന്ന്. അടിപൊളി. എന്തിനാ എത്ര പാത്രം ചോദിക്കുന്നുണ്ട്. പഠിച്ചോനെ അറിയാം. അങ്ങനെ നമ്മുടെ ഈ ഷോക്കേസ് അങ്ങോട്ട് ഏകദേശം ക്ലീൻ ആയപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ട്. ആ ഒരു കപ്പ് ഇക്കാൻ്റെ ഫ്രണ്ട്സ് കൊടുത്തതാണ്. അതിൽ ഇക്കാൻ്റെ ഈ പറഞ്ഞ പോലെ ഫോട്ടോ, ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ഗോൾഡൻ കപ്പുകളും കൂടെ അവിടെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കാണാൻ. അങ്ങനെ ഇതാ ഈ ഒരു ഗ്ലാസും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ ഇവിടുത്തെ അങ്ങോട്ട് പരിപാടി കഴിഞ്ഞു. പിന്നെ ഈ ട്രേയും കൂടി ഞാൻ യൂസ് ചെയ്യാറില്ല, വേറെ ട്രേ കിച്ചണിലുണ്ട്. അപ്പോൾ പിന്നെ ഞാനിത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയി വെച്ചു. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ വിരുന്നുകാർ വരട്ടെ പറഞ്ഞിട്ട് പാത്രങ്ങളൊന്നും എടുത്ത് വെക്കാറില്ല. ഞങ്ങൾക്കും യൂസ് ചെയ്യാൻ നല്ല പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ എടുക്കാറ്. കഴിക്കാനൊക്കെ ഒരിക്കലും അങ്ങനെ എടുത്ത് വെക്കരുത് കേട്ടോ ആരും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഗ്ലാസ് ആണെങ്കിലും പാത്രങ്ങൾ ആണെങ്കിലും ഒക്കെ ഞാൻ നല്ലത് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങളും ഒക്കെ അങ്ങനെ ചെയ്യുക. എപ്പോഴാണ് മരിച്ചു പോകാമെന്നൊന്നും അറിയില്ല. നമ്മൾ യൂസ് ചെയ്തിട്ടും ബാക്കിയുള്ള പാത്രങ്ങളാണ് നമ്മൾ ആ ഒരു ഷോക്കേസിൽ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അത് എന്തിനാ എടുത്ത് വെച്ചിരിക്കണമെന്ന് ചോദിക്കണ്ട കേട്ടോ. അടുക്കളയിൽ എന്താ പറയുക നിറഞ്ഞു പോവും. പിന്നെ പാത്രം ആവശ്യത്തിന് പോരെ, മതി മോളെ, ആവശ്യത്തിന് മാത്രം മതി. മോനെ ഇതെന്താന്ന് പാത്രം, അല്ലാണ്ട് എന്തുവാ. അങ്ങനെ റിഹാന് സ്കൂളിട്ട് വന്നിട്ട് അവനക്ക് വിശക്കണു പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് അവനോട് തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനൊന്ന് എഗ്ഗൊന്ന് സ്ക്രാമ്പിളാക്കി എടുത്തു. രാവിലെ ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് അതും കൂടെ കൂട്ടി കഴിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷോക്കേസാണ്. ഉമ്മാൻ്റെ റൂമിലത്തെ കബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ജിമ്മത്തിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സെറ്റി വലിച്ചിട്ട് പോരുന്നില്ല, അവിടെ സ്റ്റെക്കായി നിന്നിരിക്കുക തോന്നുന്നു. അങ്ങനെ നമ്മൾ സെറ്റിയൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി. അവിടെ ഉണ്ടായിരുന്ന ലാപ്പിൻ്റെ ബാഗുകളൊക്കെയാണ് കേട്ടോ, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. പിന്നെ ഞാൻ ഇനി ഈ ഒരു ഷോക്കേസ് തുറന്നിട്ട് ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. ഇതിൽ പിന്നെ ഇക്കാൻ്റെ പഴയ ഫോട്ടോ, ഉപ്പാൻ്റെ എന്താ പറയുക സർവീസിലിരിക്കുമ്പോഴുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോക്കേസ് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ, ഇതൊക്കെ പഴയ മോഡലാണ് കേട്ടോ, അതാണ് ഇങ്ങനെ. അപ്പോൾ അത് കംപ്ലീറ്റ് എടുത്ത് ക്ലീൻ ചെയ്യണം. ഞാൻ ഈ ഒരു ഷോക്കേസ് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം കൂടെ എടുത്ത് പുറത്തിടാറില്ല. കാരണം ഏതൊക്കെ ഹോളിലാണ് ഏതെല്ലാം സാധനങ്ങൾ വെച്ചു എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു 2-3 ഭാഗത്തെ മാത്രം ഒന്ന് എടുക്കും, അവിടെ ക്ലീൻ ആക്കും, ഈ സാധനങ്ങളൊക്കെ തുടച്ചിട്ട് അങ്ങോട്ട് തന്നെ വെക്കും, പിന്നെ അടുത്തത് എടുക്കും. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. എല്ലാം കൂടെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാലേ നമുക്ക് ആകെ തല കറങ്ങും. അപ്പോൾ ക്ലീൻ ചെയ്യണവർ പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്യരുത് കേട്ടോ. പിന്നെ കുറച്ച് മുന്നേ നമുക്കൊരു കമൻറ്റ് വന്നു, ഇതൊക്കെ നനച്ചുള്ളിക്ക് മാത്രം ഉള്ളതാണോ, ഉപയോഗിക്കാറുണ്ടോയെന്ന്. സത്യം പറഞ്ഞാൽ കുറേ വീടുകളിലില്ല അങ്ങനെ, പണ്ടത്തെ കുറേ വീടുകളിലുണ്ട്. ഇപ്പോഴാണ് പിന്നെയും പുതിയ വീട് കെട്ടുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഇത്രയൊന്നും ആവശ്യമില്ല നമുക്ക് സാധനങ്ങൾ, വീട് മാനേജ് ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അവരൊക്കെ അതിനനുസരിച്ച് കെട്ടുന്നുണ്ടാവും. ഇത് ഉപ്പാൻ്റെ സർവീസിലിരിക്കുമ്പോഴുള്ള, സർവീസിൽ നിന്ന് വന്ന ശേഷം എടുത്ത ഒരു ഫോട്ടോയാണ് കേട്ടോ. എത്ര എന്താ പറയുക പതക്കങ്ങളുണ്ടോ നോക്കിയോ നിങ്ങളതിൽ. അപ്പോൾ എന്തായാലും ഈ ഷോക്കേസൊക്കെ ഏറെക്കുറെ ക്ലീൻ ആക്കിയെടുത്ത് കംപ്ലീറ്റ് പുറമേയൊക്കെ ഒന്ന് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് അടിച്ചു വാരിയെടുക്കണം ഈ ഒരു ഭാഗത്ത്. അതിന് ശേഷം ഞാൻ ലഞ്ച് ഉണ്ടാക്കിയിട്ടില്ല. സമയം എത്രയെന്ന് അറിയോ, കറിയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് മാത്രം മതി. അപ്പോൾ ഇത് നനച്ചുള്ളിക്ക് മാത്രമുള്ളതാണോ എന്ന് ചോദിച്ചാൽ
അതെ, നനച്ചുള്ളിക്ക് മാത്രമുള്ളതാണ് കേട്ടോ. ഞാനിപ്പോഴും എൻ്റെ അടുക്കളയിലുള്ള എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാറില്ല. സത്യമായിട്ടും എനിക്ക് വളരെ കുറച്ച് പാത്രങ്ങൾ മതി. പിന്നെ ചാനലിലോട്ട് നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റീൽ പാത്രങ്ങളൊന്നും എനിക്ക് അത്ര ആവശ്യമില്ല കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് നനച്ചുള്ളിക്ക് വൃത്തിയാക്കാൻ ഭയങ്കര ഈസിയാണെന്ന് പറഞ്ഞിട്ടാ. ശരിയാണ്, അത് കറക്റ്റ്. നമ്മളെ വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമാകുമ്പോഴേ നനച്ചുള്ളി ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് അതിൻ്റെ സുഖം അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ. ഇവിടെ പിന്നെ ചേച്ചിമാരുള്ളതുകൊണ്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ പെട്ടിട്ടുണ്ട് ഈ പാത്രങ്ങൾ കഴുകിയെടുത്തിട്ട്. ഉമ്മ തന്നെ അന്തം വിട്ടിട്ടുണ്ട് കേട്ടോ. അയ്യോ എന്നും പറഞ്ഞിട്ടോ. ഒക്കെ വാങ്ങിച്ചു കൂട്ടിയത് ഉമ്മയാണ്. ഞാൻ പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ, ക്ലേൻ്റെ, പിന്നെ അതേപോലെ കാസ്റ്റ് അയൺ ഇങ്ങനത്തെയൊക്കെ ചട്ടികൾ മേടിക്കാൻ തുടങ്ങിയത് കേട്ടോ. അതൊക്കെ നമ്മുടെ ചാനലിലോട്ട് വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ച് എടുക്കുന്നതാണ്. എന്നിട്ടും ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവിടേക്ക് ഒന്ന് അടിച്ചു വാരി എടുത്ത ശേഷം ഞാൻ വേഗം അരിയൊക്കെ ഒന്ന് കഴുകി വേവിക്കാൻ വേണ്ടി വെച്ചു. സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേഗം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. വിശപ്പിന് എന്തെങ്കിലുമൊക്കെ കഴിക്കുക. ക്ലീനിങ് ഉള്ള സമയത്ത് അതൊക്കെ തന്നെ നടക്കുകയുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉപ്പേരി വെക്കാനൊന്നും ഞാൻ നിന്നില്ല, ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസം. ഓക്കെ, ഉള്ളി മുറിക്കുന്ന മെഷീനല്ല, അത് പ്രീതി സോഡിയാക്കിൻ്റെ ഫുഡ് പ്രോസസ്സറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നോമ്പിൻ്റെയൊക്കെ തിരക്കല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വിസിൽ വന്നപ്പം അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കിഴങ്ങ് ഫ്രൈ ചെയ്യാൻ അവിടെ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എഗ്ഗൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കൊട്ടിയെടുത്ത് നമ്മളൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുക, കഴിക്കുക. നെക്സ്റ്റ് ഞാൻ കുട്ടികളുടെ റൂമിലുള്ള കബോർഡും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. ഇനി കുളിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ച് ചോറ് കഴിക്കുക. വിശപ്പൊന്നുമില്ല, വിശപ്പ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ കഴിക്കാണ്ടിരുന്നിട്ട് കെട്ടിയവൻ്റെ കയ്യിൽ നിന്ന് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിക്കാമെന്ന് പറയില്ലേ, അങ്ങനെ കഴിച്ചതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. എനിക്ക് ഇങ്ങനത്തെ വൃത്തിയൊക്കെ ആക്കുമ്പോഴേ ഫുഡ് കഴിച്ചാൽ എനിക്ക് ഇറങ്ങൂല. അതെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചാലേ ഉള്ളൂ എനിക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. പൊതുവേ ഞാൻ അങ്ങനെയാണ്. കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയാണ് ഞാൻ. ഇക്കല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് ചോറ് വിളമ്പി ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകിയ ശേഷം ഞാൻ നേരെ കുട്ടികളുടെ റൂമിലോട്ട് വിട്ടു കേട്ടോ. അവരുടെ റൂമിലുള്ള ആ ഒരു ഷോകേസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ, അതിൽ നിറയെ ബുക്സും കാര്യങ്ങളൊക്കെയാണ്. ഇക്കാൻ്റെ കളക്ഷനാണ് കംപ്ലീറ്റ്. പിന്നെ മിക്കതും ബുക്സാണ്. താഴെ മാത്രം കുറേ പ്ലഗും അതും ഇതും വയറും ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ നനച്ചുള്ളി സമയം എടുക്കും, ക്ലീനാക്കും, തിരിച്ചു വെക്കുമ്പോൾ ആലോചിക്കും ഇതൊക്കെ എന്തിനാണോ അവ എടുത്ത് വെക്കുന്നത് എന്നുള്ളത് കേട്ടോ, ആലോചിക്കാറുണ്ട്. അങ്ങനെ നമ്മളിത് അവിടെ എത്തി. ഞാൻ ഈ ഒരു ആങ്കറിൽ ഒരുപാട് സാധനങ്ങൾ തൂക്കി വെക്കാറുണ്ട്. അതിനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. പിന്നെ കുറച്ച് ട്രാവൽ ബാഗും അല്ലാത്ത ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ബുക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് മാറ്റി, ആവശ്യമില്ലാത്തതിനൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഞാൻ പിന്നെ ബെഡിൽ വെച്ചിട്ടില്ല, കാരണം ബെഡിൽ വെച്ചിട്ട് ഇനി പൊടിയാവണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ റൂം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നില്ല, ഈ ഒരു ഷോകേസ് മാത്രമുള്ളൂ ചെയ്യണത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബെഡിൽ വെക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റണമല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ബെഡിൽ വെക്കേണ്ടി വന്നു, കാരണം ഇങ്ങനെ കുമിഞ്ഞ് എടുക്കാൻ പറ്റാനിട്ട് കേട്ടോ. അങ്ങനെ ഒരു ഭാഗത്ത് സാധനങ്ങളൊക്കെ വേഗം ഒഴിച്ചെടുത്ത് പിന്നെ ഈ ഒരു പില്ലോ ഒക്കെ താഴോട്ട് തന്നെ ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലുള്ള കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റണം. അതിൻ്റെ മേലെ കുറച്ച് ഷൂവിൻ്റെ ഒക്കെ ബോക്സുകളുണ്ട്, അതിനൊക്കെ ഒന്ന് എടുത്ത് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കണം കേട്ടോ. അതിലൊക്കെ നല്ല പൊടിയുണ്ട് കേട്ടോ. ഈ ബുക്സിലും മേലെ ഇച്ചിരി പൊടിയുണ്ട്. ജസ്റ്റ് ഒന്ന് തുടച്ചാൽ പോകുന്ന പൊടിയേ ഉള്ളൂ. പക്ഷേ ഷൂവിൻ്റെ ബോക്സിലൊക്കെ നല്ല പൊടിയുണ്ട്. ഹെൽമെറ്റൊക്കെ പിന്നെ ഞാൻ പുറത്ത് തന്നെ കൊണ്ടുപോയിട്ടു കേട്ടോ. അതിലൊക്കെ നല്ല പൊടിയുണ്ട്, കഴുകി തന്നെ എടുക്കണം.
അങ്ങനെ നമ്മളിതാ ഈ ഒരു ഭാഗത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് താഴോട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് ഞാൻ. നല്ലതാണോ എന്ന് പോലും അറിയില്ല. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗമൊക്കെ വന്ന് വേഗം തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കണം എന്നുണ്ട്. സിൻസിയറായിട്ട് തന്നെ നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. ഈ നനച്ചൂളി കണ്ടുപിടിച്ചത് ആരാ, ഈ നനച്ചൂളിയുടെ ഉത്ഭവം എവിടുന്ന എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഭയങ്കര താല്പര്യം തോന്നിയിട്ടുണ്ടോ? അറിഞ്ഞിരുന്നെങ്കിൽ അയാളെ രണ്ടെണ്ണം കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വല്ലാത്തൊരു സുഖമാണ് അല്ലേ. അത് എനിക്കിഷ്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ വീട്ടിൽ പോയി ആ കട്ടിലൊന്ന് കിടന്ന് അത് ഭയങ്കര ഒരു റിലാക്സ് കിട്ടുന്ന ഒരു സംഭവമാണ്. പൊതുവേ എനിക്ക് വീട് ഓർഗനൈസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി, വലിയ വ്ളോഗായപ്പം എനിക്കതിന് ഭയങ്കര ടൈമൊന്നും കിട്ടാറില്ല. മറ്റേത് എനിക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വീക്ക്ലി വൺസൊക്കെ എൻ്റെ റൂം എന്തായാലും ഈ പറഞ്ഞ പോലെ ഡീപ്പ് ക്ലീൻ ചെയ്തിരുന്ന ഒരു ടൈമുണ്ട്. വലിച്ച് എടുക്കും, അടുക്കി വയ്ക്കും, ഇതാക്കും. പക്ഷെ ഇപ്പോൾ എനിക്കങ്ങനെ അത്രയ്ക്കും അങ്ങ് പറ്റാറില്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഇക്കാൻ്റെ ബുക്സാണ്, കണ്ടില്ലേ. ഇക്കാൻ്റെ കളക്ഷൻ, ഇക്കാൻ്റെ ബുക്സ് നല്ല ഇക്ക ഉമ്മ ഉപ്പാൻ്റെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ബുക്കൊക്കെ എടുത്ത അവസാനം എനിക്ക് ബെഡിൽ തന്നെ വെക്കേണ്ടി വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പേപ്പറൊക്കെ ഒന്ന് മാറ്റി ഞാൻ പേപ്പറൊക്കെ ഒന്ന് അതിൻ്റെ അടിയിലും മേലെയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തിരിച്ചാണ് കേട്ടോ ഞാൻ വെക്കാറ്. പിന്നെ നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ നമ്മളത് കളയും. അങ്ങനെയാണ് കേട്ടോ ഞാൻ പൊതുവേ ചെയ്യാറ്. ഒരു ഭാഗം യൂസ് ചെയ്യും, പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ അടുത്ത ഭാഗം യൂസ് ചെയ്യും, പിന്നെ അത് കളയും. അങ്ങനെ ഇതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബുക്കൊക്കെ തിരിച്ച് അടുക്കി പെറുക്കി അതുപോലെ അങ്ങ് വെക്കണം. ഓരോ ബുക്ക് എടുത്ത് തുടച്ച് വെക്കണം, എന്നാൽ തന്നെയുള്ളൂ പൊടി ഇല്ലാണ്ടിരിക്കുക. കാരണം നമ്മൾ കാണുമ്പോൾ തോന്നില്ല കേട്ടോ പൊടി ഉണ്ട് എന്നുള്ളത്, അതുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാ ബുക്കും ഞാൻ തുടച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ടൈം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിക്കന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.